Hi everyone, welcome to another vlog. So, എൻ്റെ തൊണ്ടയെല്ലാം കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. 2 ദിവസം മുന്നേ ഒരു പനി പിടിച്ചു, ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ സൗണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും ഇന്നത്തെ ഈ വീഡിയോയിലെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മളെന്ന് പറയുമ്പം ഞാനല്ല, ഗോപി ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡെലിവറിയാണ് ഇന്ന്. സോ ഏതാ വണ്ടി, ഏതാണ് ബ്രാൻഡ് എന്നൊക്കെ ഉള്ളത് അവിടെ ചെന്ന് ഡീലർഷിപ്പിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഡീലർഷിപ്പ് ആക്ച്വലി എറണാകുളത്താണ്. അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇന്നാണ്. സോ ഇപ്പം 6-6:30 ആയിട്ടുണ്ട്. എറണാകുളത്തോട്ട് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ 140 സംതിങ് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. സോ നമ്മൾ രാവിലെ അങ്ങോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ്. സോ അവിടെ ചെന്നിട്ട് അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ അല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. മൊത്തത്തിൽ വണ്ടി അഴുക്ക് ഓടിച്ചിരിക്കുക. എടുക്കാം. നമ്മൾ രാവിലെ വന്നതാണ്. പക്ഷേ രാവിലെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ നല്ല ലേറ്റായിപ്പോയി. ഉറക്കി എണ്ണീച്ചപ്പം അലാമൊക്കെ അടിച്ചു, പക്ഷേ എണ്ണീച്ചത് ഇത്തിരി ലേറ്റായിപ്പോയി. പക്ഷേ നമ്മളെന്തായാലും ഇവിടെ എത്തി. രാവിലെ തന്നെ വണ്ടിയൊക്കെ എടുത്തായിരുന്നു നമ്മൾ. പക്ഷേ ലുലു മോളിലൊക്കെ പോയിട്ട് ഇന്ന് വൈകുന്നേരമാണ് ഫംഗ്ഷൻ. സോ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഗൈസ്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ഹലോ, മലേഷ്യയിൽ നിന്ന് താങ്കൾ അപ്പം വന്നു? മലേഷ്യയിൽ നിന്ന് ഞാൻ സെപ്റ്റംബർ 7-ാം തീയതി എത്തി. 10 ഇന്ന് ഞാനിവിടെ എടപ്പള്ളിയിൽ നിൽക്കുന്നു. ഇനി അടുത്ത എങ്ങോട്ടാണ്? അടുത്തത് അങ്ങനെ ആലോചിക്കേണ്ടിരുന്നു. വിയറ്റ്നാം പോകണമെന്നൊക്കെ ഉണ്ട്. ഫുള്ള് റിച്ച് കളികളാണ്. ഇവിടെ മലേഷ്യ ചെന്നിട്ട് KFC ട്രൈ ചെയ്യാൻ പോയത്. അവിടെ KFC നല്ല ടേസ്റ്റി, പ്രത്യേകിച്ച് കൊക്കക്കോള അടിപൊളിയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മലേഷ്യയിലോ USA-ലോ എവിടെയൊക്കെ പോയി ട്രൈ ചെയ്യാം, അല്ലേ? എവിടെയോ അടുത്ത് പോകാനൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ചെറിയൊരു ദുബായിൽ പോയി ചെന്ന് KFC ട്രൈ ചെയ്യാൻ പോകും. അപ്പോൾ ഗൈസ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കഥാനായകൻ അവിടെ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. സാഗർ അവിടെ കഷ്ടപ്പെട്ട് കണ്ടന്റ് ക്രിയേറ്റ് തൊലച്ച് കല്യാണ വീഡിയോ പോലെ എടാ, എന്തൊക്കെ കഷ്ടപ്പാടാന്നറിയോ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് കണ്ടന്റ് ക്രിയേഷനെ പറ്റത്തുള്ളൂ. ഓ, ആറ്റിറ്റ്യൂഡ് തന്നെ. കല്യാണ പയ്യൻ ഈ നിൽക്കുന്ന ആളെ കണ്ടോ? ഞാൻ ഇതൊരു 10 ഉണ്ടാവും. ഈ നിൽക്കുന്ന വ്യക്തിയാണ് കണ്ട. ആ പാട്ട് വന്ന് അപ്പൊ തന്നെ ഡാൻസ് തുടങ്ങും. വണ്ടി ഇറക്കാനുള്ള പ്ലാനിലാണ്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. ഏത് നിമിഷവും നമുക്ക് ഈ സാധനം തുറന്ന് കാണിക്കുന്നതാണ് ഈ കഥ. അങ്ങനെ നമ്മുടെ കിടിലം വണ്ടി റിവീൽ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഗോപിയുടെ വണ്ടി പോവാണ്. Ready? 3, 2, 1. എന്നെ ആരും തിന്നില്ലേ എന്ന്? എന്നെ ആരും തിന്നില്ലേ? ബാക്കിൽ പോയി ഒളിച്ചിരുന്ന് എല്ലാ എണ്ണം കേക്ക് തിന്നാനായിട്ട് ഓടി വന്നിട്ടുണ്ട്. കേക്ക് കട്ടിങ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ചെറുപ്പം എല്ലാവർക്കും വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേക്കൊക്കെ ഉണ്ട്. സൂപ്പറാന്നാ? കഴിച്ചില്ലേ? ശേ, ഓ നോ. ഫുഡ് കഴിച്ചാ?
മോശമായിപ്പോയി. ഫുഡിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ആരും വേണ്ട, ഒന്നിച്ച് വന്നിരുന്ന കഴിച്ചോണം. താണ്ട എല്ലാം ഒരു വിളി. നീ കഴിക്കുന്നില്ലേ ഒന്ന്? താണ്ട എടുത്തു വെച്ച് മാക്കനെ തിന്നിട്ട് നീ കഴിക്കുന്നില്ലേ ഒന്ന്? അതാ അപ്പം ചില്ലി ചിക്കന് മുക്കി റൈസുമായിട്ട് കഴിക്കുന്നു. വാട്ട് എ കോമ്പിനേഷൻ. കഴിക്കാൻ ഗോപി, ഇവിടെയും ഗോപി, ഫുൾ ഗോപി. അത് എന്താണ് ഗോപി എടുക്കാഞ്ഞത്? ഞാൻ വെജല്ല, എനിക്ക് ഈ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നാലും ഐ ആം ബ്രൂട്ടൽ. എന്ത് നല്ല ആചാരങ്ങൾ. ഇനി അതിനകത്ത് ഇരുത്തി കഴിഞ്ഞാൽ പല പല ആഗ്രഹങ്ങളും വരും. ഗോപി ശങ്കിടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാം. ഗോപിയുടെ ചങ്കിടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാം. കമോൺ, കയ്യൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരാള്. ഗോപി ഇപ്പൊ അയ്യോ അമ്മ ഒരാൾ അതിനകത്തിരുന്ന് ഒരാൾ അവിടെ നിന്ന് അള്ളി പിടിച്ചിരിക്കുന്ന അതാ അടുത്ത ആള്. ആ കുരിപ്പിൽ താക്കോല് കൊടുക്കല്ലേ, കൊടുക്കല്ലേ ചാടിയാലോ അല്ലേ വേണ്ട ഓടാ. അപ്പോൾ ഗൈസ്, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോകാനുള്ള പരിപാടിയിലൊക്കെ നിൽക്കുന്നതാണ്. വീണ്ടും ഫോട്ടോഷൂട്ട്, അഗെയിൻ ഫോട്ടോഷൂട്ട്. ഗൈസ് അങ്ങനെ എല്ലാവരും ഇവിടെ പറഞ്ഞ് പോവാണ്. ആണ്ടെ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ വണ്ടി താണ്ട താഴെ വന്നു ഗൈസ്. ഇനി ബാക്കിലോട്ട് വരുന്നു കഴിഞ്ഞാൽ നമ്മളെ വല്ല വണ്ടി എടുത്തോണ്ട് പോകും. അപ്പൊ എങ്ങനെയുണ്ട് ഹൗസ് എക്സ്പീരിയൻസ്? എങ്ങനെയെങ്കിലും വണ്ടി ഓടിച്ചോളാൻ വയ്യല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രീമിയം കാറാണ്. താണ്ട് അതിന്റെ ഓണറാണ് ദേ നിൽക്കുന്നത്. ഓ എന്തോ അതെ ചാനലിന്റെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. എങ്ങനെയുണ്ട് വണ്ടി? ഇതല്ല അത് ഓടിക്കണമെങ്കിൽ അടിപൊളിയാണ്. പിന്നെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് വെച്ചാൽ പെർഫെക്റ്റ് കാർ. ആൻഡ് ഓൾസോ എൻ്റെ ഒരു ബഡ്ജറ്റിനൊക്കെ ഒരു പറ്റിയ കാറാണ്. ഒരു പെട്ടെന്ന് നമുക്കൊരു പ്രീമിയം കാറൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് 2 Series. ഒരു കളറൊക്കെ അടിച്ച് റീപെയിന്റ് ചെയ്തല്ലേ? സീരീസ് ഗ്രാൻഡ് ഗ്രൂപ്പ്. ഇത് പ്രൈസാണോ? 65. ഇത് റീപെയിന്റ് ചെയ്തല്ല? അല്ലല്ല, ഇത് ഈ വണ്ടി എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുന്ന കളറാണ്. ഓ നൈസ് കളർ കേട്ടാ. ഈ വേറൊരു മോഡലിന് ഈ കളറില്ല. ഇല്ല, നൈസ് കളർ. ആ ദാണ്ട നമ്മുടെ വണ്ടി കൂടെ വന്നപ്പോ എന്നാ എടുപ്പ് സീൻ തന്നെ. മൊത്തം പ്രീമിയം സെറ്റപ്പുകൾ. അതേത് വണ്ടി അത്? സ്കൂട്ടർ. അപ്പൊ എല്ലാരും പോവല്ലേ? വീട്ടിലോട്ട് പോവല്ലേ? എല്ലാരും പോവല്ലേ? നീ എവിടെ പോണ്? നീ ഇവിടെ അല്ലേ? ഞാൻ പോണെന്ന്. നിനക്ക് അങ്ങോട്ട് കേറിയാ മതി. എനിക്ക് 150 കിലോമീറ്റർ ആവണം. ഒറ്റ വൈബ് ബൈക്കില്. ആ അടുത്ത വൈബ്.
ഞങ്ങളൊക്കെ രാത്രി സഞ്ചാരികളാണ്. ഏത്? അതെ 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 ഗൈസ്, അവിടുത്തെ തിരക്കുകളിൽ നിന്ന് മാറി ഇവിടെ ഒരു ബൈക്ക് ഓടിക്കൽ പഠനം നടക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ആണ്ടേ എന്താണ് ഇവിടെ നടക്കുന്നത്? ആഗ്രഹല്ലേ? ആ പിന്നല്ലേ, നമ്മൾ ആഗ്രഹങ്ങള്. ഓ ഓ ഓ ഒരാളുടെ നെഞ്ച്. അപ്പൊ ആഗ്രഹം സഫലമായില്ലേ? മതിയായോ? കൈസ്, അപ്പോൾ അങ്ങനെ പരിപാടിയെല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. ആൻഡ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഡെലിവറി നമ്മൾ നാരങ്ങയൊക്കെ വെച്ച് ഇറക്കുമല്ലോ, അത് രാവിലെ 9:30-ക്കും 10-നും ഇടയ്ക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തലേന്ന് ഗോപി വിളിച്ചപ്പോൾ 7:30-8 മണിയാകുമ്പോൾ ഞാൻ അവിടെ കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ പുലർച്ചെ ഞാൻ 5 മണിക്ക് 5:15 അലാം വെച്ചിരുന്നു. അത് നല്ല വൃത്തിക്ക് അടിക്കുകയും ചെയ്തു. ഞാൻ ഓഫ് ചെയ്തു, കിടന്നുറങ്ങി. പിന്നെ കണ്ണുറങ്ങുന്നത് ഒരു 6-6:30 ആയപ്പോഴാണ് കണ്ണുറങ്ങുന്നത്. പിന്നെ ചടപടയെന്ന് പറഞ്ഞ് റെഡിയായി വീഡിയോയുടെ ഇൻട്രോ ഒക്കെ എടുത്ത് അങ്ങ് ചെന്നപ്പോൾ 10 മണിയായി. അപ്പോഴത്തേക്ക് വണ്ടി ഇറക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി എല്ലാം ഒന്ന് നോക്കി. പിന്നെ നൈസിന് ചില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഫസ്റ്റ് പോയത് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ. അത് കയറി. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ, ഒരു വ്ലോഗ് പോലെ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം ഞങ്ങൾ ലുലു മോളിൽ പോയി ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്ത്. പിന്നെ കുറേ പേര് വരാനുണ്ടായിരുന്നു, അവരെയൊക്കെ പിക്ക് ചെയ്ത് എല്ലാവരെയും കൂടെ കൊണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡും അടിച്ച് ഞങ്ങൾ നേരെ പിന്നെ ഇവിടെ തിരിച്ച് ഷോറൂമിലോട്ട് തന്നെ പോയി. അവിടെ ആയിരുന്നു പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടന്നു. ചെറിയൊരു ഫുഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. രാത്രിയായപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. ഫ്രണ്ടിനെയും കണ്ട് ഞാനിപ്പം തിരിച്ച് വീട്ടിൽ വന്ന് നല്ല ലേറ്റായി, നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഇപ്പം എനിക്ക് ഫുട്ടേജും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ടിട്ട് എനിക്കും നൈസിനൊന്ന് കിടക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. ഇത് കണക്കത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി തന്നെ